ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ചെക്ക് സെക്കൻഡ് യൂണിറ്റ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് തടസ്സങ്ങൾ വരുമല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ക്യാൻ ബി എനിത്തിങ് ദാറ്റ് റെസ്ട്രിക്ട്സ് ഓർ ഹിൻഡേഴ്സ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ഫ്രം ഡെലിവറിങ് ദി കറക്റ്റ് മെസ്സേജ് ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദി റൈറ്റ് ടൈം. അതായത് ഒരു മെസ്സേജ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അറ്റ് ദി റൈറ്റ് ടൈം, അതായത് കറക്റ്റ് സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത എല്ലാം എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നൊരു ബാരിയറാണ്, അതായത് തടസ്സങ്ങളാണ്. ഇൻ എ വർക്ക് പ്ലേസ് ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് പാസ്ഡ് ഫ്രം എ സെൻഡർ ടു എ റിസീവർ ടെൻഡ്സ് ടു ബി കൺസ്ട്രക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഒരു ജോലി സ്ഥലത്ത് ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന മെസ്സേജ് അങ്ങോട്ട് കറക്റ്റായി എത്താതിരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. In a business context, communication failures are commonly cited by the managers as one of their most serious challenges. അതായത് ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫെയിലിയർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. Yet communication issues are frequently just a sign of deeper issues existing in the system. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ബാരിയർ അതെന്താണ്, ആ ഇഷ്യൂസ് ആർ ഫ്രീക്വൻ്റ്ലി ജസ്റ്റ് എ സൈൻ ഓഫ് ഡീപ്പർ ഇഷ്യൂസ് എക്സിസ്റ്റിംഗ്. ആ ഒരു സിസ്റ്റത്തിൽ കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കും. പുവർ പ്ലാനിംഗ് ഫോർ ഇൻസ്റ്റൻസ് could result in confusion regarding the firm's direction. Similar to this, an organization that is badly structured may fail to explain organizational relationships clearly. Individuals might be uncertain about what is expected of them if performance requirements are vague. In order to avoid simply addressing the signs of communication issues, the insightful manager will search for their root causes. There may be obstacles in the sender, the messages transmission, the recipient and the feedback. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താണെന്ന് വെച്ചാൽ പറയുന്നത്, ഒരു ബിസിനസ്സിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വന്ന് എന്തുണ്ടാവും, ബാരിയർ ഉണ്ടാവും, അത് തടസ്സങ്ങളുണ്ടാവും. ബാരിയർ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ചലഞ്ചാണ്, അതായത് വലിയൊരു പ്രശ്നമാണത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സിമെൻറ്റ് കച്ചവടക്കാരനുണ്ട്. അപ്പോൾ ഒരു 5 ചാക്ക് സിമെൻറ്റ് അയക്കാൻ പറഞ്ഞിട്ട് വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് 5 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇവർ അഡ്രസ്സൊക്കെ വാങ്ങി അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡ്രസ്സൊക്കെ വാങ്ങിയിട്ടും ഇയാൾ ഇവിടുന്ന് 5 പകരം അയാൾ കേട്ടത് എന്താണ്, 50 എന്നാണ് കേട്ടത്. അപ്പോൾ ഇയാൾ ഈ 50 പാക്ക് സിമെൻറ്റ് അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അവരെന്തായാലും സ്വാഭാവികമായിട്ടും 5 എടുത്തിട്ട് ബാക്കി 45 അവരിങ്ങോട്ട് തിരിച്ച് റിട്ടേൺ അടയ്ക്കും. എന്തായാലും ഈ ഒരു സിമെൻറ്റ് കൊണ്ടുപോകണമെങ്കിൽ 50 ആണെങ്കിൽ എന്തായാലും വലിയ വണ്ടി തന്നെ വേണം. അതുപോലെ 5 ആണെങ്കിൽ ഓട്ടോ മതി. അപ്പോൾ ഈ ഒരു ഇവിടുന്ന് അങ്ങോട്ട് കയറ്റിയതും അതുപോലെ തന്നെ തിരിച്ചിറക്കുന്നതും അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ചാർജും എല്ലാം കൂടെ ആയിട്ട് ഇവിടെ ലോസാണ് ആയത്. ദാറ്റ് ഈസ് ദി ഇഷ്യൂ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഇതുപോലെ ഒരുപാട് ബാരിയേഴ്സ് വരുന്നുണ്ട്. അതിപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ ശരിക്ക്, അതായത് 50 പകരം 5 അവിടെ ശരിക്ക് ക്ലിയർ ആയിട്ട് കേട്ടിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെ ഒരുപാട് ബാരിയേഴ്സ് വരുന്നുണ്ട്. ബാരിയേഴ്സ് എല്ലാം നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ ആസ് ഫോളോസ്. ഇനി നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. എ നമ്പർ ഓഫ് മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് മൈറ്റ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. അതായത് മാനസികവും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും അത് നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ബാരിയേഴ്സ് ആയിട്ട് വരും, അതായത് തടസ്സങ്ങളായിട്ട് വരും. സം പീപ്പിൾ സ്ട്രഗിൾ വിത്ത് ഡിപ്രഷൻ, ഫോബിയ, സ്പീച്ച് ഇഷ്യൂസ്, സ്റ്റേജ് ഫ്രൈറ്റ് എക്സെട്ര. അതായത് ചില ആളുകൾ സ്ട്രഗിൾ ചെയ്യാണ് എന്തിനൊക്കെ, ഡിപ്രഷന്, പിന്നെ ഫോബിയ, സ്പീച്ച് ഇഷ്യൂസ് പറഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പിന്നെ സ്റ്റേജ് ഫ്രൈറ്റ് അതായത് സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി എക്സെട്ര. All of these factors can be extremely hard to manage at times and they will definitely affect the effective communication among people. അതായത് ഇതൊക്കെ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് ഇത് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ സംഗതികളൊക്കെ എന്താണ്, നമ്മുടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ബാരിയേഴ്സ് ആയിട്ട് വരും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമോഷണൽ ബാരിയേഴ്സ് ആണ്.
The ease and comfort with which someone can speak depend on their emotional IQs. അതായത് ഒരാൾ പ്രയാസമില്ലാതെ അതായത് കംഫർട്ടായിട്ട് സംസാരിക്കണമെങ്കിൽ അത് അയാളുടെ ഇമോഷണൽ ഐക്യുവിനെ ബാധിക്കും. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയേഴ്സ് ഇമോഷണൽ മെച്യൂരിറ്റി വിച്ച് ഓൺലി സം പീപ്പിൾ പൊസസ്. അതായത് നല്ല ഐക്യമുള്ള ആളുകൾക്ക് എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. Putting it in another way, those who allow their emotions to rule them will encounter some challenges. A person's ability to make decisions might be clouded by emotions like anger, impatience, and humor, which limits the efficiency of their communication. ഇവിടെ ചില ഇമോഷൻസ് നമ്മൾ എന്താണ് നിയന്ത്രിക്കേണ്ടി വരും. അത് നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ BP കൂടി അതായത് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യും സീനാക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ നല്ലവണ്ണം എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, അതുപോലെ തന്നെ സീരിയസ് മാറ്റേഴ്സ് നമ്മൾ തമാശ രീതിയിൽ കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ ഇംപേഷ്യൻസ്, ഇതൊക്കെ നമ്മളെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ഇതെല്ലാം എന്താണ് ഇമോഷൻസ് ആണ്. ഹെൻസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയേഴ്സ് ദ ഐഡിയൽ ബാലൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇമോഷൻസ്. അതായത് ഇൻഫർമേഷൻസിൻ്റെയും അതുപോലെ തന്നെ ഇമോഷൻസിൻ്റെയും ഐഡിയൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയൂ. സോ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. The physical barriers stand out as the biggest obstacles to effective communication. അതായത് ഫിസിക്കൽ ബാരിയേഴ്സ് നല്ലൊരു തടസ്സമാണ് നമ്മുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്. They consist of barriers such as noise, defective communication devices, enclosed cabins, etc. അതായത് നമ്മളിപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തിപ്പോൾ നല്ലൊരു പ്രകടനം പോയി, അപ്പോൾ അവിടെ എന്തായിരിക്കും അവിടെ ആകെ നോയ്സായിട്ട് അത് ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് നമുക്ക് അത് കമ്മ്യൂണിക്കേഷനെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും ബാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഡിവൈസിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അത് ഡിവൈസിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോണ് തകരാറിലൊക്കെ ആണെങ്കിലും എന്താണ് നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ കിട്ടില്ല. അപ്പോൾ നോയ്സ്, ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, എൻക്ലോസ്ഡ് ക്യാബിൻസ്, ഇതൊക്കെയാണ് എന്ത് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ തടസ്സങ്ങൾ അത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇൻ എ ലാർജ് ഓഫീസ് ദർ മേ ഒക്കേഷണലി ബി സിഗ്നിഫിക്കൻറ്റ് physical impediments to good communication between different employees due to the physical distance between them. അതായത് കുറേ പേര് ജോലി ചെയ്യുന്നൊരു സ്ഥലത്ത് അപ്പോൾ ഓരോരുത്തരും അവരുടെ ആ ഒരു സീറ്റിലുണ്ട്, പക്ഷേ കുറേ ആൾക്കാർ ഒരാളുടെ അടുത്തുണ്ടാവും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരാൾ പറയുന്നൊന്നും കേൾക്കാതെ ആകുമ്പോൾ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അവിടെ. കാരണം ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതായത് എംപ്ലോയർ തമ്മിലുള്ള ആ ഒരു അകലം കൊണ്ട് എന്തായിരിക്കും അവിടെ അത് കമ്മ്യൂണിക്കേഷനുള്ള ഇത് ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കൾച്ചറൽ ബാരിയേഴ്സ് ആണ്. എനിവൺ വർക്കിംഗ് ഇൻ എ ലാർജ് ഓർഗനൈസേഷൻ മേ ഹാവ് കൊളീഗ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ബിക്കോസ് ഓഫ് ദി ഗ്രോയിങ് ഗ്ലോബലൈസേഷൻ ഓഫ് സൊസൈറ്റി. സം ഫണ്ടമെൻ്റൽ സൊസൈറ്റിയൽ പ്രിൻസിപ്പിൾസ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് മീനിങ്സ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ അബ്രോഡിൽ ജോബിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ഒരുപാട് പേര് അതൊരു 5-6 ആൾ പേര് റൂമിൽ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കണം. അവരൊക്കെ എന്താണ് നോൺ വെജാണ്. അപ്പോൾ ഈ ഒരു പോയ ആൾ എന്താണ് വെജാണ്. അപ്പോൾ ഇയാളെ അവർ കൺസിഡർ ചെയ്തില്ലെങ്കിൽ അത് അയാൾക്ക് എന്താവും പ്രയാസമാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ വെജ് കഴിക്കുന്ന ഒരാൾക്ക് ഈ നോൺ വെജ് കഴിക്കുന്ന ആളുകളൊപ്പം കഴിക്കുമ്പോൾ എന്തായിരിക്കും നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മാനേഴ്സൊക്കെ നോക്കണം. അത് ഒന്നില്ലെങ്കിൽ നമ്മൾ അവരില്ലാത്ത സമയത്ത് കഴിക്കുക, അല്ലെങ്കിൽ എന്താണ് അവരെ കാണാതെ വേറെ സ്ഥലത്ത് അതായത് അപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അത് അവർക്ക് എന്തായിരിക്കും ഒരു ബുദ്ധിമുട്ടാവും. ക്ലോത്തിങ്, റിലീജിയൻസ്, ഫുഡ് ആൻഡ് ജനറൽ ബിഹേവിയർ ഡിഫർ ഗ്രേറ്റ്ലി എമംഗ് കൾച്ചേഴ്സ്. അതുപോലെ നമ്മുടെ ഫുഡിൽ, റിലീജിയസിൽ, ക്ലോത്തിങ്ങിൽ ഇതിലൊക്കെ എന്താണ് ഇങ്ങനെ കൾച്ചറൽ ബാരിയേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ റിലീജിയസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതിൽ പല റിലീജിയസിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അതിൽ ഒരു മുസ്ലിം ആവട്ടെ, ഇപ്പോൾ ഒരാൾ പ്രേ ചെയ്യുന്ന നമസ്കരിക്കുന്ന സമയത്ത് അവർക്ക് അത് മറ്റുള്ളവർക്ക് ഒരിക്കലും എന്താവരുത് ഒരു പ്രയാസമാവരുത്. അല്ലെങ്കിൽ മറ്റൊരാൾ പൂജ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു ഇഷ്യൂ ഉണ്ടാകരുത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലോത്തിങ് വരുന്നുണ്ട്. അതായത് ക്ലോത്തിങ്ങിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചില ഓഫീസിലൊക്കെ നമ്മൾ ടൈ കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടൊക്കെ ധരിക്കുമ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ചിലവർക്ക് എന്തായിരിക്കും ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒരു ബാരിയറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഈ കൾച്ചറുകളൊക്കെ എന്താണ് നമുക്കൊരു തടസ്സമായിട്ട് വരാം.
ഇപ്പോൾ നമ്മൾ ഫുഡ്, സംസ്കാരം, അതുപോലെ തന്നെ ഭാഷ, ക്ലോത്തിങ് ഇതൊക്കെ എന്താണ് കൾച്ചറാണ്. ഇവയൊക്കെ നമുക്ക് ഒരു ബാരിയേഴ്സ് ആയിട്ട് വരും. Many multinational corporations offer specialized orientation sections to teach new employees about other cultures and how to be polite and tolerant of others. അതായത് ഇവിടെ പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കമ്പനികളൊക്കെ എന്താണ് അവരുടെ എംപ്ലോയീസിന് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പല രാജ്യക്കാർ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി അവർക്ക് എന്തായിരിക്കും ഒരു കോഴ്സ് തന്നെ അവർ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഹൗ ടു ബി പൊളൈറ്റ്, എങ്ങനെ നമ്മൾ പൊളൈറ്റ് ആവാനും. ഇത് പൊളൈറ്റ് എന്ന് പറയുന്നത് മര്യാദ ഇതാക്കാനും, അതുപോലെ തന്നെ ടോളറൻ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ ടോളറൻ്റ് ചെയ്യാനും. അപ്പോൾ ഇതൊക്കെ എന്താണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും അവിടെ അവർക്ക് സ്പെഷ്യൽ ആളുകൾ ഉണ്ടാവും. അതാണ് ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. സോ നെക്സ്റ്റ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദി വേരിയസ് ചാനൽസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ മേ ഓൾസോ ബി ഹാമ്പേർഡ് ബൈ സ്പെസിഫിക് പ്രോബ്ലംസ്, ഇൽനെസ് ഓർ അതർ ലിമിറ്റേഷൻസ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ഡിസ്ലെക്സിയ, ഷ്രിൽ വോയിസ് ആൻഡ് അതേഴ്സ്. അതായത് നമ്മുടെ സ്പെസിഫിക് പ്രോബ്ലംസ്, അതായത് വിക്ക് പോലുള്ളവ, അതുപോലെ സംസാരിക്കുമ്പോൾ മുറിഞ്ഞു പോവുക, അതായത് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ, നമുക്കങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ ഒച്ചത്തിൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, അതുപോലെ സൗണ്ടിലുള്ള ക്ലാരിറ്റി കുറവ്, ഇതെല്ലാം നമ്മുടെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. Barriers resulting from organizational structure, rules and regulations are referred to as organizational barriers. The numerous forms of communication impediments can be present as a result of superior subordinate interaction which prevent open communication. അതായത് ഈ ഓർഗനൈസേഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു DGP അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള, അതൊരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നതിൽ ഒരു ബാരിയേഴ്സ് ഉണ്ടാവും. അത് അദ്ദേഹത്തോടല്ല അത് പറയേണ്ടി വരിക. അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിലുള്ള പരാതി നേരിട്ട് DGPനോട് പറയണ്ട, അവിടുത്തെ സ്റ്റേഷനിൽ, അതായത് ഹൗസ് ഓഫീസറോട് പറഞ്ഞാൽ മതി. അതായത് അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. അതാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The numerous forms of communication impediments can be present as a result of superior subordinate interactions which prevent open communication. അതായത് അവിടെ ഒരു ഇൻട്രാക്ഷനിൽ അവിടെ ഒരു പ്രിവെൻഷൻ വരുന്നുണ്ട് ഫോർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ദ കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ദി പ്രസൻസ് ഓഫ് ന്യൂമറസ് മാനേജ് ക്യാൻ ഒക്കേഷണലി മേക്ക് ഇറ്റ് ചലഞ്ചിങ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ക്ലിയർലി, റിസൾട്ടിങ് ഇൻ ഡിസ്റ്റോർട്ടഡ് ആൻഡ് മിസ്അണ്ടർസ്റ്റുഡ് ഇൻഫർമേഷൻ. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെമാൻറ്റിക് ബാരിയറാണ്. ഈ സെമാൻറ്റിക് ബാരിയറുടെ മറ്റൊരു ടേമാണ് എന്ത്? ലാംഗ്വേജ് ബാരിയർ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരാൾ പറയുന്ന സംഗതി നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഭാഷ അറിയത്തോടെ നമുക്കത് മനസ്സിലാവില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവിടെ ഡീകോഡിങ്ങും അതുപോലെ തന്നെ എൻകോഡിങ്ങും നടത്താറുണ്ട്. വാക്കുകൾ നമ്മൾ പല കോഡുകളാക്കി മാറ്റാറുണ്ട്. അതിൽ പല വാക്കുകളും ഉപയോഗിക്കും. അതായത് പല മെസ്സേജുകൾക്കും നമ്മൾ എന്താണ് പല വാക്കുകളും ഷോർട്ട് ഫോമുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അത്തരം ഷോർട്ട് ഫോമുകളോ അല്ലെങ്കിൽ വാക്കുകളോ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ റിസീവറിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അത്തരം തടസ്സങ്ങളാണ് ഈ ഒരു സെമാൻറ്റിക് ബാരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മെസ്സേജിൻ്റെ അർത്ഥം നമുക്ക് ശരിയായി മനസ്സിലാക്കാത്തതിലൂടെ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കില്ല. അതായത് ഒരു വാക്ക് തന്നെ പലരും വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സെൽ എന്നുള്ളത് അത് വിൽപ്പന എന്നാണ് നമ്മുടെ കോമേഴ്സിൽ ബിസിനസ് സ്റ്റഡിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ സെൽ എന്ന് ബയോളജി ക്ലാസ്സിൽ കേട്ടാലോ കോശം എന്നാണ്. ഫിസിക്സിലോ ബാറ്ററിക്കാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ എക്സൽ വർക്ക്ഷീറ്റിൻ്റെ ഓരോ കോളങ്ങളെയാണ് എന്ത് അപ്പോൾ സെൽ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പല അർത്ഥങ്ങളും അതിനുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിലാവില്ല ഈ ഒരു റിസീവർ മനസ്സിലാക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ തെറ്റായ വാക്കുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ തെറ്റായ ട്രാൻസ്ലേഷൻ, അതുകൊണ്ടൊക്കെ കുറേ തടസ്സങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഷയിൽ നിന്ന് തന്നെ മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഭാഷയിലും ഒരുപോലെ നമുക്ക് അറിവില്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തടസ്സം ഉണ്ടാകും. അതുപോലെ തന്നെ വ്യക്തതയില്ലാത്ത കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ആ ഒരു തടസ്സം സൃഷ്ടിക്കും. സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സെറ്റിങ്സ്. അതായത് നമ്മുടെ അക്കാഡമിക്കായിട്ടും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് പറയുമ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ടു കൺവേ ഇൻഫർമേഷൻ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ. അതായത് അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് വേയും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കളക്ടർക്ക് കത്ത് എഴുതുകയാണെങ്കിൽ
നമ്മൾ ഫ്രം എഴുതും, അതുപോലെ തന്നെ ടു എഴുതും, അതുപോലെ തന്നെ വിഷയം എന്തൊക്കെ എഴുതും, സൂചനകൾ, ഇതൊക്കെ എഴുതി താഴെ വിശ്വാസപൂർവ്വം പേര്, ഒപ്പ്, പ്ലേസ്, ഒപ്പൊക്കെ എഴുതും. അപ്പോൾ ഇതാണ് എന്ത് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് എവിടെയായിരുന്നു സുഹൃത്ത്, എത്രയായി കണ്ടിട്ട് നിന്നെ, എൻ്റെ ഒരു വിവരമില്ലല്ലോ, ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ, അതൊക്കെ ഇൻഫോർമൽ ലെറ്റർ ആയിട്ട് പറയും. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, ഇതുപോലെയുള്ള സംസാരമാണ് എന്ത് നമ്മുടെ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ യൂസിങ് ദി പ്രോപ്പർ ചാനൽസ്. അതായത് ഇപ്പോൾ നമ്മൾ കളക്ടർക്ക് ഒരു നിവേദനം നൽകുകയാണെങ്കിൽ അത് കളക്ടർ ആവില്ല വാങ്ങുക, അവരുടെ സബോർഡിനേറ്റ്സ് ആവും അത് കളക്ട് ചെയ്യുക. പിന്നെ അത് എന്തായിരിക്കും, കളക്ടർ ഇവർ സബോർഡിനേറ്റ്സ് പറഞ്ഞിട്ടാവും അവർ അത് ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അതിനെ നമ്മൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നും വിളിക്കും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് കോൺവെർസേഷൻസ് ബിറ്റ്വീൻ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ മേലുദ്യോഗസ്ഥരും അതുപോലെ തന്നെ കീഴുദ്യോഗസ്ഥർക്കും ഇടയിലുള്ള കോൺവെർസേഷനാണ് ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. മേക്കിംഗ് ഷുവർ ദാറ്റ് ദി മെസ്സേജ് ഹാസ് ബീൻ ഡെലിവേർഡ് അക്യുറേറ്റ്ലി ആൻഡ് ഹാവിങ് എ പ്രോപ്പർ കോൺവെർസേഷൻ ആർ ദി മേജർ ഗോൾസ് ഓഫ് ദിസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മേജർ ഗോൾസ് എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജ് കൃത്യമായിട്ട് അവിടെ എത്തിച്ചു എന്ന് ഉറപ്പാക്കുകയും അതുപോലെ തന്നെ ശരിയായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യുക എന്നതാണ് എന്ത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മുടെ ബിക്കോസ് ഓഫ് ദി ടൈം ഇറ്റ് ഇസ് സേവ് ത്രൂ ഇറ്റ് ഇസ് സ്ട്രക്ചേർഡ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ആശയവിനിമയത്തിൻ്റെ എന്താണ് ഘടനാപരമായ ആ ഒരു ഫ്ലോയിലൂടെ നമ്മൾ സമയം അവിടെ ലാഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശയവിനിമയ രീതി എന്താ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. റിപ്പോർട്ട്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, വർക്ക് ഓർഡേഴ്സ്, ഇൻഫർമേഷൻ അബൌട്ട് സെയിൽസ് ആൻഡ് ഇൻവെറീസ് എക്സെട്ര, ഇതൊക്കെ എന്താണ് നമ്മുടെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. ദർ ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ സച്ച് എസ് അപ്വേർഡ്, ഡൗൺവേർഡ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. അപ്പോൾ സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ 4 ടൈപ്സ് ഉണ്ട്: അപ്വേർഡ്, ഡൗൺവേർഡ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഡയഗ്രാമിൽ കാണുന്ന പോലെ തന്നെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശേഷം നമ്മൾ ഹൊറിസോണ്ടലും ഡയഗണലും ഡിസ്കസ് ചെയ്യും. So next we are going to discussing vertical communication. Vertical communication, which directs the flow of information both up and down the chain of command, follows the organizational structure. അതായത് അവിടെ ശ്രദ്ധിക്കേണ്ട അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കളക്ടർ അദ്ദേഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ആളുകളോട് സംസാരിക്കുക, അതുപോലെ തന്നെ താഴെ ഉള്ള ആളുകൾ മുകളിലുള്ള ആളുകളോടും സംസാരിക്കുന്ന ആ ഒരു രീതി. ഫോളോസ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ദ ജനറൽ പ്രാക്ടീസ് ഇൻ മോസ്റ്റ് business communication is to go either from superiors to subordinate or from subordinate to superiors. Hence, in this context, communication takes place when information is passed from leaders, management or superior or to lower level employees, or when frontline employees may ask questions to or bring up a concern to the higher authorities who then respond. Hence, the process of communication is up and down, or more preciously vertical. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. അതായത് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒരു മാനേജറും ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു സൂപ്പർവൈസറും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെയിൽസ്മാന് നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് അവിടെ മൂവ് ചെയ്യുന്ന ഐറ്റംസ് എന്നൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മാനേജർ ഇയാളോട് വന്ന് പറയും. അപ്പോൾ ഇയാളും അതുപോലെ തന്നെ എന്താണ് സെയിൽസ്മാനും അങ്ങോട്ടും പറയും, ഇന്ന സാധനത്തിൻ്റെ ആവശ്യമൊക്കെ നല്ല എൻക്വയറി ഉണ്ടെന്ന് അങ്ങോട്ടും പറയും. അപ്പോൾ അതാണ് എന്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് എന്ന് പറയുന്നത്. അവിടെ സെയിൽസ്മാന് മാനേജറോട് പറയുന്നത് എന്താണ് അപ്പാണ്, അതുപോലെ തന്നെ സെയിൽസ്മാന് ഇങ്ങോട്ട് പറയുന്നത് ഡൗൺ. അപ്പോൾ ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ, ഇതാണ് ഈ ഒരു വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. ദ ജനറൽ പ്രാക്ടീസ് ഇൻ മോസ്റ്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു ഗോ എയ്തർ ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ഓർ ഫ്രം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. അത് മിക്ക ബിസിനസ്സിലെ കമ്മ്യൂണിക്കേഷനും പൊതുവെ എന്താണ് മേലുദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ കീഴുദ്യോഗസ്ഥരിലേക്കോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരിൽ നിന്ന് മേലുദ്യോഗസ്ഥരിലേക്കോ ആ ഒരു മാറുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നേതാക്കൾ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ്, അതായത് ജനങ്ങളായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകൾ ഹൈ ലെവലായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എന്താണ് അവരൊക്കെ ജീവനക്കാർക്ക് വിവരങ്ങൾ കൈമാറുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് ഉയർന്ന അധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ എന്താണ് അവർക്ക് ആശയവിനിമയം അവിടെ നടക്കുമ്പോൾ അതിനനുസരിച്ച് അവർ പ്രതികരിക്കുകയും ചെയ്യും. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനാണ്. When teams, organization or people who are at the same hierarchical level in an organizational communication with one another and exchange messages, it is known as horizontal communication.
അതായത് ഒരു ഓർഗനൈസേഷനിൽ എല്ലാവരും ഒരുപോലെയുള്ളവരാണെങ്കിൽ അവർ പരസ്പരം ആശയവിനിമയം നടക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. An organization can foster internal communication among its staff members who hold similar functional positions by using horizontal communication. അതായത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിച്ച് നമ്മൾ സമാനമായ ഒരു പ്രവർത്തന സ്ഥാപനങ്ങൾ വഹിക്കുന്ന, അതായത് സ്റ്റാഫ് അംഗങ്ങൾക്കിടയിലുള്ള ഈ ഒരു ആന്തരിക ആശയവിനിമയം നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു സ്ഥാപനത്തിന് കഴിയുമെന്നാണ് അവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ബെറ്റി ആൻഡ് കേ, അതായത് ബെറ്റിയും കേയും പറയുന്നതനുസരിച്ച് അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു സ്ഥാപനത്തിൽ പൊതുവെ തുല്യ തലങ്ങളിലുള്ള തൊഴിലാളികൾക്കിടയിലാണ് ഈ ഒരു ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. Horizontal communication occurs between workers at generally equal levels in an organization. So next, diagonal communication. Diagonal communication is the flow of information that is neither vertical nor horizontal but rather diagonal or zigzag. Here, personnel from various departments can communicate with one another. അതായത് ഇവിടെ വെർട്ടിക്കലും അതുപോലെ തന്നെ ഹൊറിസോണ്ടലും രണ്ടും വരുന്നതിനെയാണ് ഈ ഒരു ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡയഗണൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, സിഗ്സാഗ് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ ഹിയർ പേഴ്സണൽസ് ഫ്രം വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. അതായത് ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഇവിടെ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഡയഗണൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ക്യാൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ എ മാനേജ്മെൻറ്റ് ആൻഡ് എ സെർട്ടൈൻ ടീം. So next we are going to discussing upward communication. It refers to the transmission of information from a lower to a higher level or from subordinates to superiors. അതായത് ഇൻഫർമേഷൻസ് ട്രാൻസ്മിഷൻ ചെയ്യുകയാണ് എവിടെ, ഫ്രം എ ലോവർ താഴെ നിലയിൽ നിന്നും ഹയർ ലെവലിലോട്ട് നമ്മൾ ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓർ ഫ്രം സബോർഡിനേറ്റ്സ് ടു സുപ്പീരിയേഴ്സ്, അതായത് ജീവനക്കാരിൽ നിന്നും മുകളിലോട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The moral of the employees is raised by this type of communication. This mode of communication is not authoritative and directive in nature as its purpose is to provide feedback. ഇതിവിടെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ അതായത് ഒരു സെയിൽസ്മാനോട് ചോദിക്കുകയാണ് അതായത് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതുപോലെ തന്നെ വിറ്റ് പോകുന്നുണ്ടോ, അതുപോലെ തന്നെ ആളുകൾ ഏത് സമയങ്ങളിലാണ് കൂടുതൽ വരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും. അതായത് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടോ, അതൊക്കെ റേറ്റ് കൂടുതലാണോ, അങ്ങനെ എന്തൊക്കെയാണ് ഈ ഒരു കസ്റ്റമറിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ സെയിൽസ്മാന് അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കും. അപ്പോൾ ഇവിടെ സെയിൽസ്മാന് ആ ഒരു മാനേജറോട് അപ്പോൾ ഉള്ള ആ ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്കുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതൊരു ബിസിനസ്സിൽ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സെയിൽസ്മാൻ അങ്ങനെ സാധനങ്ങൾ പ്രൊഡക്റ്റ് പോകുന്നില്ല അല്ലെങ്കിൽ റേറ്റ് കൂടുതലായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് പറയുകയാണെങ്കിൽ അവിടെ മാനേജർ ഒരു ക്രൂഷ്യൽ ഡിസിഷൻസ് അവിടെ എടുക്കും ബിസിനസ്സിൽ. എന്നാലേ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഒരു വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് അവിടെ ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്, ദേ മേക്ക് ക്രൂഷ്യൽ ഡിസിഷൻസ് ഫോർ ബിസിനസ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് downward communication. Downward communication is when information is passed from top management levels to various subordinates level in a downward direction. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് താഴെ നിന്നും മുകളിലോട്ടായിരുന്നു, ഇപ്പോൾ പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ലെവൽസ് ടു വാരിയസ് സബോർഡിനേറ്റ്സ് ലെവലാണ്. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കോളേജിലൊക്കെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം ഒരു ഇത് കൊടുക്കും, ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. അതായത് ഷാർപ്പ് 9 o'clock മുമ്പ് എത്താൻ നോക്കണം. അങ്ങനെ ഓരോ ഓർഡേഴ്സും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് അതൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അങ്ങനെ മാനേജേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വലിയ ആൾക്കാർ താഴെ തട്ടിലുള്ള ആൾക്കാരോട് പറയുന്നത് ഈ ഒരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ്, പോളിസീസ് ആൻഡ് ഇൻഫോർമേഷൻ. സോ ഇതിൻ്റെ ബാലൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് ഓൾ യു അണ്ടർസ്റ്റാൻഡ്. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.